ഗടികളെ നമസ്കാരമുണ്ട്. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗുരുവായൂരമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. സോ വെൽക്കം ബാക്ക്. ഗായ്സ്, നമ്മുടെ വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത സിനിമ ഗുരുവായൂരമ്പലനടയിൽ കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നത്തെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ മുത്തുകവ്, പിന്നെ നമ്മുടെ അന്താക്ഷരി, പിന്നെ നമ്മുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ ജയ 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 ഹേ, ഈ 3 സിനിമകളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് മുന്നിറങ്ങിയിട്ടുള്ളത്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇപ്പോൾ ഇതാ ഗുരുവായൂരമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ, അതായത് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഈ ഡയറക്ടർ തന്നെയാണ്. ആളുടെ മിക്ക സിനിമകളും എനിക്കിഷ്ടമാണ്. മിക്കതല്ല, ഓൾമോസ്റ്റ് എല്ലാ സിനിമയും എനിക്കിഷ്ടമാണ്. പിന്നെ പൃഥ്വിരാജ് എന്ന ആക്ടർ, പിന്നെ പൃഥ്വിരാജിൻ്റെയും ബേസിൽ ജോസഫിൻ്റെ ഒരു കോംബോ, ഇത്ര പ്രതീക്ഷിച്ച് ഒരു കോമഡി മൂവി എക്സ്പെക്റ്റ് ചെയ്ത് പോയ എനിക്ക് ഒരു ഗംഭീര ട്രീറ്റ് തന്നെ കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അടിപൊളി സിനിമയായിരുന്നു ഗുരുവായൂരമ്പലനടയിൽ. നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും, ഞാൻ മിക്ക സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ റിവ്യൂ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് പറഞ്ഞു, നിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വർഷം കേസത്തിന് പോയത്, നിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ നടികറിന് പോയത്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമകളൊക്കെ എനിക്ക് കണക്റ്റായി. എസ്പെഷ്യലി ഇപ്പോൾ ഗുരുവായൂരമ്പലനടേൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ സിനിമ വളരെ മികച്ച രീതിയിൽ എല്ലാവർക്കും കണക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രത്തോളം കിടിലായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇറങ്ങുന്ന ഭൂരിഭാഗം സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കിടിലായിട്ട് മേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലും കൊണ്ട് കലടയ്ക്കാലാണ് പതിവ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ സംഭവം. ഈ സിനിമ അതിലാണ് വിജയിച്ചിരിക്കുന്നത്. കാരണം ക്ലൈമാക്സിനോട് 100% നീതി പുലർത്തുന്ന ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ, അതായത് ഫസ്റ്റ് ഹാഫ് എങ്ങനെ പോകുന്നോ അതേ ഒഴുക്കി തന്നെ സെക്കൻഡ് ഹാഫ് പോകുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ചിലർക്ക് ചില സ്ഥലത്ത് ലാഗ് അടിച്ചു തോന്നി, അതായത് എൻ്റെ കൂടെ വന്നവർ കുറച്ച് പേർക്ക് ലാഗ് അടിച്ചെന്ന് തോന്നി. വേറെ അല്ലാതെ ഈ സിനിമയിൽ നെഗറ്റീവ് എടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് പേരെ ക്യാരക്ടേഴ്സ് ചില സമയത്ത് ഓവറായ പോലെ തോന്നി. എസ്പെഷ്യലി ആ ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ഉള്ള ആളൊക്കെ ഇത്തിരി ഓവറായ പോലെ തോന്നി. ബാക്കി വെച്ചെടുത്താണെങ്കിൽ ഈ സിനിമ അടിപൊളിയാണ്. വേറൊന്നും സിനിമയെ പറ്റി പറയാനില്ല. ഈ സിനിമ ഒരു നല്ലൊരു ത്രെഡുമേ പിന്നെ അവർ മിനുക്ക് പണി ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനെപ്പറ്റി വേറെ എന്ത് പറഞ്ഞാലും ഇത് സ്പോയിലറിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് സ്പോയിലർ റിവ്യൂയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ സ്പോയിലർ റിവ്യൂയിലോട്ട് കിടക്കുകയാണെങ്കിൽ സിനിമ പലതരം റെഫറൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നന്ദനത്തിലെ, പിന്നെ മിന്നൽ മുരളി, ലൂസിഫർ, അങ്ങനത്തെ കുറേ റെഫറൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദനത്തിലെ റെഫറൻസ് ഒന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നു തോന്നുന്നില്ല. പിന്നെ അങ്ങനെ കുറേ ഇവരെ കോമ്പിനേഷൻ സീൻസിലായാലും പിന്നെ മറ്റേ നിഖില വിമലിൻ്റെ സീൻസിലായാലും ഇതൊക്കെ അവർ മേക്ക് ചെയ്തെടുത്ത രീതിയാണ് മറ്റു സിനിമകളിൽ നിന്നും ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. അതായത് നിഖില വിമൽ ട്വിസ്റ്റ് നമ്മൾ അധികം പുറകിലോട്ട് കൊണ്ടുപോകാതെ, ചില ഞാൻ വിളിച്ചു ഒരു തെങ്കാശി പട്ടണ ലൈനൊക്കെ പോലെ കല്യാണം ആവാറാകുന്ന സമയത്ത് അങ്ങനെ വല്ല സംഭവിക്കുന്നു വിചാരിച്ചു. ബട്ട് അത് തുടക്കത്തിൽ തന്നെ പൊട്ടിച്ചു. പിന്നെ വീണ്ടും വരുന്ന നൂലാമാലകളെ കുറിച്ച് പറയുന്നൊരു അടിപൊളി സ്റ്റോറി ലൈനാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. സോ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ 5 മിനിറ്റുള്ള വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടോ അതിന് മുന്നോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പാവപ്പെട്ട യൂട്യൂബറിൻ്റെ രോദനമാണിത്. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. എല്ലാവർക്കും ബൈ.